സപ്തസ്വരങ്ങൾ സാ, രി, ഗ. ഗായെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പം ഒന്നുകൂടി ഒന്ന് നമുക്ക് സാ മുതൽ ഗ വരെ ഒന്ന് പാടി നോക്കാം. സാ, രി, ഗ. നമ്മുടെ ആരോഹണ അവരോഹണത്തിനെ 4 കാലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യമേ ഒന്നാം കാലം പാടുമ്പോൾ സ്വരങ്ങൾ നല്ലതായിട്ട് വലിച്ചു നീട്ടി പാടണം. രണ്ടാം കാലം പാടുമ്പോൾ കുറച്ച് സ്പീഡ്, 3 അതിനേക്കാൾ, 4 ഏറ്റവും സ്പീഡ്. അങ്ങനെയാണ് 4 കാലങ്ങൾ പാടുന്നത്. അപ്പോൾ ഒന്നാം കാലത്തിൽ സാ, രി, ഗ. ഗാന്ധാരം കറക്റ്റ് തൊണ്ടയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഒരു കറക്റ്റ് തൊണ്ടയിൽ നിന്ന് വരുന്ന ആ സ്വരം അദ്ദേഹം പുരന്ദരദാസർ എന്ന സംഗീത പിതാമഹൻ അദ്ദേഹം കണ്ടുപിടിച്ചത് ആടിൻ്റെ സൗണ്ടിൽ നിന്നാണ്. ആട് ഗാന്ധാരത്തിലാണ് ശബ്ദിക്കാറുള്ളത്. അടുത്ത സപ്തസ്വരമാണ് സാ, രി, ഗ, മ. മധ്യമം എന്നാണ് മായ്ക്ക് പറയുന്ന പേര്. സപ്തസ്വരത്തിൽ മധ്യസ്ഥാനത്തുള്ള സ്വരമാണ് മ. അതുകൊണ്ടാണ് മധ്യമം എന്ന പേര് ആ സ്വരത്തിന് വന്നത്. മധ്യമസ്വരത്തിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സ്ഥാനത്തും പാടുമ്പോൾ ഓരോ എനർജിയാണ് നമുക്ക് തരുന്നത്. കറക്റ്റ് ഗായിൽ തൊണ്ടയിൽ മ പാടിയപ്പോൾ മാ കറക്റ്റ് വായിൽ നിന്നുമല്ലേ മാ വന്നത്. മാ എന്ന് പാടിയപ്പോൾ നമ്മുടെ വായു പുറത്തേക്കാണ് പോയത്. ഉള്ളിലേക്ക് നമ്മൾ ശ്വസിക്കുകയല്ല ചെയ്തത്, വായു പുറത്തേക്ക്. അപ്പം ഉള്ളിലുള്ള വായുവിനെ പുറത്തേക്ക് പോകുന്ന ആ ഒരു സ്ഥാനമാണ് നമ്മുടെ മധ്യമത്തിൽ വന്നത്. അതുമാത്രമല്ല, മധ്യമത്തിൽ ക്രൗഞ്ച പക്ഷി, ചക്രവാക പക്ഷി, ദേശാടന പക്ഷി എന്നൊക്കെ പറയും. ആ പക്ഷി മധ്യമത്തിലാണ് ശബ്ദിക്കാറുള്ളത്. സാ, രി, ഗ, മ. സാ, രി, ഗ, മ. വായുടെ അവിടം വരെ എത്തി നമ്മുടെ സപ്തസ്വരം. ഇനി അടുത്ത സ്വരമാണ് പാ. മുകളിലേക്ക് വന്നല്ലേ. പാ പാടിയപ്പോൾ നമ്മുടെ നെറ്റി സ്ട്രെയിൻ ചെയ്തത് മനസ്സിലായല്ലോ. പാ കണ്ടോ. അപ്പോൾ നമ്മുടെ നാസികയുടെയും നെറ്റിയുടെയും ഒക്കെ ഇടയിലായിട്ടാണ് പ എന്ന് പറയുന്ന പഞ്ചമം എന്നാണ് പായ്ക്ക് പറയുന്ന പേര്. പഞ്ചമം പാടും കുയിലോ ഓമനത്തിങ്കൾ കിടാവോ എന്ന കവിത എല്ലാവർക്കും പരിചിതമാണല്ലോ. ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിനെ ഉറക്കാൻ വേണ്ടിയിട്ട്, ചെറുപ്പത്തിലെ കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഉറക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഇരയിമ്മൻ തമ്പി എന്ന കവി അദ്ദേഹം എഴുതിയ പാട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ. ആ കവിതയിലെ പഞ്ചമം പാടും കുയിലോ എന്ന ആ പാട്ട്, അതിൽ കുയിൽ കൂവുന്നത് പഞ്ചമത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കുയിലിൻ്റെ ശബ്ദത്തിൽ നിന്നുമാണ് പഞ്ചമം എന്ന പേരുണ്ടായത്. പഞ്ചമം പാ, അത്രയും ഉച്ചത്തിലാണ് കുയിൽ ശബ്ദിക്കുന്നത്.